വെൽക്കം ടു റോഡ് ടു ബാറ്റ്ലേം. ഇന്ന് ഡേ 14 ശൂനം. നമുക്ക് ശൂനമിലെ ഒരു വീട്ടിലേക്ക് പോയാലോ? ഇന്ന് നമ്മുടെ ഫാമിലിയുടെ റിഫ്ലക്ട് ചെയ്യേണ്ട ബൈബിൾ വാക്യം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. നമ്മുടെ ഫസ്റ്റ് സെഗ്മെന്റ് ദ ബൈബിൾ വേർഡ്. ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്ന വചനഭാഗം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവശക്തിയാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത്. ശൂനേംകാരിയുടെ മകൻ മരിച്ചുപോയി. അവൾ ഏലീശായുടെ അടുത്തേക്ക് ഓടിവന്ന് കാൽക്കൽ വീണ് കരയുന്നു. വിവരമറിഞ്ഞ ഏലീഷ അവരുടെ ഭവനത്തിൽ പ്രവേശിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞ് വീണ്ടും ജീവൻ പ്രാപിക്കുന്നു. ഒരമ്മയുടെ നിസ്സഹായതയിൽ പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അത്ഭുതകരമായി ദൈവം പ്രവർത്തിക്കുന്നു. നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ വേദനകളിൽ, കണ്ണുനീരിൽ, പ്രാർത്ഥനയ്ക്ക് മുന്നിൽ അവിടുന്ന് ഇറങ്ങി വരും. ജീവനും പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൽ പുതുജീവൻ പകരുമെന്നും നമുക്കോർക്കാം. വചനഭാഗം വായിക്കുമ്പോൾ നമ്മിൽ വിശ്വാസം ആഴപ്പെടാനുള്ള കൃപ പരിശുദ്ധാത്മാവ് ചൊരിയട്ടെ. അപ്പോൾ വായിക്കാം 2 രാജാക്കന്മാർ 4-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. നമുക്കൊരു പുതിയ കഥ കേൾക്കാം. ഇന്ന് അതിനുള്ള സമയമാണ്. അവർ നെക്സ്റ്റ് സെഗ്മെന്റ് സ്റ്റോറി ടൈം. ഹായ് കൂട്ടുകാരെ, സ്റ്റോറി ടൈമിലേക്ക് എല്ലാ കുഞ്ഞു കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ പോകുന്നു ക്രിസ്മസ് ഒരുക്കമൊക്കെ? അടിപൊളിയല്ലേ? നമ്മളിന്ന് ഒരു ബ്രദറിൻ്റെ സിസ്റ്ററിൻ്റെ സ്റ്റോറി കേൾക്കാൻ പോവാണ്. മോസസും മേരിയും ഭയങ്കര കൂട്ടാ രണ്ടുപേരും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? നമ്മൾ വീട്ടിൽ സാധാരണ ചെയ്യാറുള്ളതാണെങ്കിൽ ടിഷ്യൻ അല്ലേ, ഇടിയൊക്കെ കൂടും. ഒരു ദിവസം ഇവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മാലാഖ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 പേർക്കും മനോഹരമായൊരു ഗിഫ്റ്റ് തരാൻ പോവാണെന്ന്. അപ്പോൾ ഇവർക്ക് സന്തോഷം. ഗിഫ്റ്റ് എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ശരിക്കും മാലാഖ 2 പേരുടെ കയ്യിലും ഓരോ പുസ്തകം കൊടുത്തു. അപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളത് സൂക്ഷിച്ച് വയ്ക്കുമെന്ന് പറഞ്ഞിട്ട് മാലാഖ അങ്ങ് പോയി. അപ്പോൾ ഇവർ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ആദ്യത്തെ പേജ് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെ പിന്നീടുള്ള പേജ് മറിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അവിടെ അങ്ങ് വെച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തുറക്കുന്ന പേജ് മാത്രം കാണാൻ പറ്റുള്ളൂ, അപ്പുറവും ഇപ്പുറവും കാണാൻ പറ്റില്ല. അത് വീണ്ടും അവിടെ വെച്ചു. പിന്നീട് ഈ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് മാലാഖ വീണ്ടും വന്നു. മാലാഖ വീണ്ടും വന്നിട്ട് ചോദിച്ചു. മാലാഖ കണ്ടപ്പോഴർക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചോദിച്ചു, എന്തേ ഞാൻ തന്ന പുസ്തകം എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, അയ്യോ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ പറ്റിയില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കിയുള്ളൂ, പുസ്തകം ഇവിടെ ഉണ്ട്, ഈ വേഗം എടുത്തുകൊണ്ട് പോയി, ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ ഇപ്പോൾ കൊണ്ടുപോവാണോ എന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് പറയും, മാലാഖ ഇത് ഞങ്ങൾ നോക്കുമ്പോൾ ആ പേജ് മാത്രമേ കാണാൻ പറ്റുള്ളൂ, വേറെ ഒന്നും കാണാൻ പറ്റിയില്ല എന്ന് പറയും. മാലാഖ പറഞ്ഞു, നിങ്ങളെങ്കിൽ വാ, ഞാനൊരു സൂത്രം കാണിച്ചു തരാമെന്ന് പറയും. മാലാഖ എന്നിട്ട് ഓരോരുത്തരുടെ പുസ്തകം എടുത്ത് തുറക്കുമ്പം ഓരോ പേജ് മറിക്കുമ്പോൾ കുറേ ചെളിയൊക്കെ പറ്റിയിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് നിന്നപ്പോൾ നല്ല മനോഹരമായ പൂക്കളുടെ പിക്ചർ, പിന്നെയും ചെളി. അപ്പോൾ ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പം മോസസിനും മേരിക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആയി. അവർ ചോദിച്ചു, എന്താ മാലാഖ ഇങ്ങനെ? അപ്പം മാലാഖ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോസസേ, നീ നിൻ്റെ ക്ലാസ്സിലെ കുട്ടിയായിട്ട് തല്ലു പിടിച്ചില്ലേ? അപ്പം മോസസ് ഇങ്ങനെ തല കുമ്പിട്ട്. അപ്പം മാലാഖ ഇതൊക്കെ കാണുന്നുണ്ടല്ലേ? അപ്പം പറഞ്ഞു, നീ അവിടെ തല്ലു പിടിച്ചപ്പോൾ ദേണ്ട ചെളി പിടിച്ചു. അപ്പം മാലാഖ, ഈ പൂ എങ്ങനെയാണ് വന്ന്? പൂ നീ മേരി ടോയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ നീ സന്തോഷത്തോടെ അവൾക്ക് കളിക്കാൻ ആ ടോയ് നീ കൊടുത്തു. അപ്പം അവിടെ നല്ല പൂക്കൾ വന്നു. അപ്പോൾ എപ്പം നമ്മൾ സ്നേഹിക്കുമ്പോൾ, ക്ഷമിക്കുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ നല്ല പൂക്കൾ കൊണ്ട്, നല്ല ചിത്രങ്ങൾ കൊണ്ട് പുസ്തകം നിറയും. എപ്പം നമ്മളിതൊക്കെ ചെയ്യാതെ വരുന്നു, അഴുക്ക് പുരളും. അപ്പോൾ ഇവർ പറഞ്ഞു, മാലാഖെ എങ്കിൽ തരുമോ ഇനി ഞങ്ങൾ? അന്നേരം മാലാഖ പറഞ്ഞു, ഇത് കഴിഞ്ഞു, ഞാൻ നിങ്ങൾക്ക് 2 പുതിയ പുസ്തകം തരാം. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ തീരുമാനിക്ക്, പുസ്തകത്തിൽ അഴുക്ക് പുരളണോ, മനോഹരമായ ചിത്രങ്ങൾ കൊണ്ട് പുസ്തകം നിറയണോ? അപ്പം മോസസ് മേരി എന്ത് പറഞ്ഞു കാണും?
അതേ ഉത്തരം നിങ്ങളും പറയുക. ആ മാലാഖ അവർക്ക് പുതിയ പുസ്തകം കൊടുത്തതുപോലെ ഈ ക്രിസ്മസ് സീസണിൽ ഈശോ ഒരു പുതിയ പുസ്തകം നിങ്ങളുടെ കയ്യിലേക്ക് തരികയാണ്. ഇതുപോലെ ചെളി പുരട്ടാതെ മനോഹരമായ വർണ്ണചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ പുസ്തകങ്ങൾ നിറയ്ക്കാൻ ഈ സീസണിൽ നമുക്കും ശ്രമിക്കാം. ചെയ്യില്ലേ നിങ്ങൾ? ബൈ. അലിസന്റെ എല്ലാ ദിവസവും മോറലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആയിട്ടല്ലേ വരുന്നേ? ഇനിയുണ്ട് കഥകൾ 25 ദിവസം വരെ. നമുക്ക് എല്ലാ ദിവസവും പുതിയ കഥകൾ കേൾക്കാം. നമ്മുടെ അടുത്ത സെഗ്മെന്റ് ക്രിസ്മസ് അറൗണ്ട് ദ വേൾഡ്. ഇന്നത്തെ കാഴ്ച അർജന്റീനയിൽ നിന്ന്. അർജന്റീനയിൽ ചൂട് കാലത്താണ് ക്രിസ്മസ് വന്നു ചേരുന്നത്. ക്രിസ്മസിന്റെ ഒരുക്കങ്ങൾ നവംബർ അവസാനത്തോടെ തന്നെ ആരംഭിക്കും. ഡിസംബർ മുഴുവൻ നീണ്ടു നിൽക്കുകയും ചെയ്യും. നിറങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരായതിനാൽ തന്നെ റെഡ്, ഗ്രീൻ, വൈറ്റ്, ഗോൾഡൻ എന്നീ കളറുകൾ ഉപയോഗിച്ചാണ് ഇവിടുത്തെ ക്രിസ്മസ് അലങ്കാരങ്ങൾ എല്ലാം തന്നെ. മുൻവാതിലുകളിൽ പൂക്കൾ കൊണ്ടുള്ള വലിയ റീത്തുകളും ഗോൾഡൻ മാലകളും തൂക്കിയിടുന്നത് അലങ്കാര സമയത്ത് ഇവിടുത്തെ സാധാരണ കാഴ്ചയാണ്. വീടിന്റെ അകവും പുറവും മരങ്ങളും എല്ലാം മനോഹരമായി അർജന്റീനക്കാർ അലങ്കരിക്കും. ക്രിസ്മസ് കാലയളവിൽ തന്നെ ഡിസംബർ 8 വന്നണയുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ വളരെ ഭക്തി ആദരപൂർവ്വം ഇവിടുത്തുകാർ കൊണ്ടാടുന്നു. പുൽക്കൂട് ഒരുക്കാൻ അർജന്റീനക്കാർക്ക് വലിയ ഉത്സാഹമാണ്. ഇതിനെ ഇവിടുത്തുകാർ വിളിക്കുന്നത് പെസബ്രെ എന്നാണ്. ക്രിസ്മസ് ട്രീയുടെ ചുവട്ടിലാണ് ഈ പെസബ്രെ ഇവർ ഒരുക്കുന്നത്. ദേവാലയത്തിലും തെരുവുകളിലും എല്ലായിടത്തും ഇത്തരത്തിൽ മാത്രമാണ് ഇവർ പുൽക്കൂട് ഒരുക്കാറുള്ളത്. അർജന്റീനയിൽ ക്രിസ്മസ് കാർഡുകൾ അത്ര പ്രചാരത്തിലില്ല. മറ്റു രാജ്യങ്ങളിലെ പോലെ സമൂഹം ഒന്നായി ചേർന്ന് സമ്മാനങ്ങൾ കൈമാറുന്നതും ഇവിടെ കാണാൻ സാധിക്കില്ല. ക്രിസ്മസ് രാത്രി തന്നെ എല്ലാവരും ഒരുമിച്ച് ദേവാലയത്തിലെത്തുകയും വളരെ ആത്മീയ നിറവ് നൽകുന്ന തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കുകൊള്ളുകയും ചെയ്യും. ക്രിസ്മസ് ദിനത്തിലെ അത്താഴ വിരുന്നാണ് മറ്റൊരു പ്രത്യേകത. വീട്ടുകാർ വീടുകൾക്ക് പുറത്ത് ഗാർഡനിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഒരുമിച്ചുകൂടി എല്ലാത്തരം വിഭവങ്ങളും പാകം ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ച് സന്തോഷിക്കുന്ന ക്രിസ്മസ് ദിനത്തിലെ രാത്രിക്ക് അർജന്റീനയിൽ ഉത്സവ പ്രതീതിയാണ്. ഈ രാത്രിയിലെ ഒരു ആഘോഷം ഗ്ലോബോസ് ആണ്. പേപ്പർ കൊണ്ട് വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടാക്കി ഹൈഡ്രജൻ നിറച്ച് കത്തിച്ച് ആകാശത്തേക്ക് പറത്തിവിടുന്ന രീതി. ഇത് അർജന്റീനയിൽ ക്രിസ്മസ് കാലത്ത് കാണുന്ന സുന്ദരമായ കാഴ്ചകളിൽ ഒന്നാണ്. അർജന്റീനയിലെ കാഴ്ചകളൊക്കെ കണ്ടുവല്ലേ? ഇനി നമുക്കൊരു പാട്ട് കേൾക്കാൻ പോവാം. എറണാകുളത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ? അവർ നെക്സ്റ്റ് സെഗ്മെന്റ് കാരൽ സിംഗിങ്. ഹായ് ഫ്രണ്ട്സ്, റോഡ് ടു ബെത്ലഹേം എന്ന ഈ പ്രോഗ്രാമിൽ കണ്ണുചിമ്മം താരകളും എന്ന കരോൾ ഗാനം നിങ്ങൾക്കായി പാടുന്നത് ഞങ്ങൾ വൈപ്പിൻ കർത്തേടം സെന്റ് ജോർജ് ഇടവകയിലെ കുറച്ച് കൂട്ടുകാരാണ്. ലെറ്റ്സ് എൻജോയ്. പുണ്യരാവിരാട്ടിടയ
റോട്ട് ബദലേം എന്ന നമ്മുടെ ഈ പ്രോഗ്രാം 25 ദിവസം ബൈബിളിലോടുള്ള ഒരു യാത്രയാണ്. ഈ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചാർട്ട് പേപ്പറിനകത്ത് ഓരോ സ്ഥലം മാർക്ക് ചെയ്താണ് സഞ്ചരിക്കുന്നത്. നമ്മൾ പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഏതെങ്കിലും തുടങ്ങി ഇന്ന് ഷൂനെ മാർക്ക് ചെയ്യാൻ പോവാണ്. വി ആർ ഗോണ മാർക്ക്. നിങ്ങൾ ചാർട്ട് പേപ്പർ ഒക്കെ എടുത്ത് റെഡി ആയിട്ടിരുന്നോ? കമാ. ആ പിന്നെ നമ്മൾ കഥയിൽ കണ്ടു മാലാഖ ഒരു പുസ്തകം കൊടുക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മാലാഖ ഒരു പുസ്തകം തന്നെ നമ്മൾ മാക്സിമം അഴുക്ക് പറ്റാതിരിക്കാൻ നോക്കുക. അടിയുണ്ടാക്കാണ്ടും പിണക്കം കാണിക്കാണ്ടും ഇന്ന് നമ്മൾ മാക്സിമം നല്ല കാര്യങ്ങൾ ചെയ്യുക. അതാണ് ഇന്നത്തെ ആക്ഷൻ. ഇന്നലെ നൽകിയ ചോദ്യത്തിനുത്തരം കർത്താവ് തന്നെ ദൈവം. ഉത്തരങ്ങൾ അയച്ചവരിൽ നിന്ന് തിരഞ്ഞെടുത്ത വിജയി എൽസ മരിയ, സംഗപ്പാത്ത് ഹൗസ്, മടവന, പനങ്ങാട്. ഉത്തരങ്ങൾ അയച്ച എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: എലീഷയുടെ ഭൃത്യന്റെ പേരെന്താണ്? ഞാൻ ഒന്നും കൂടിയും പറയാം. എലീഷയുടെ ഭൃത്യന്റെ പേരെന്താണ്? സമ്മാനത്തിനുള്ള ഉത്തരം നിങ്ങൾ വേഗം അയക്കുക. അയക്കേണ്ട നമ്പർ 9605818881. ഞാൻ ഒന്നും കൂടെ പറയാം, 9605818881. അഡിയോസ് അമീഗോസ്. സൈനിങ് ഓഫ്. എന്നിട്ട് ജോ സൈനിങ് ഓഫ്. ബൈ.